ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ എം.എൽ.എ ഉന്നയിക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് നടക്കുന്നു. DRIയും കസ്റ്റംസും പോലീസും പിടികൂടുന്ന സ്വർണത്തിന്റെ ഒരു വിഹിതം അതിൽ വലിയ രീതിയിൽ അത് പുറത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ആരോപണം, അതിൽ പ്രധാനമായും പോലീസിനെതിരെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത്. ആ തരത്തിൽ വരുന്ന സ്വർണം ഒരുക്കുന്നതിനിടയിൽ അത് മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലുള്ള അശ്വതി ജ്വല്ലറി വർക്സിലാണ്. ഇവിടെയാണ് ഔദ്യോഗികമായിട്ട് ഒരുക്കുന്നത്. അത് സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെ ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം ഒരുക്കാൻ അനുമതിയുള്ള ഏക സ്ഥാപനം കൂടിയാണ് അശ്വതി ജ്വല്ലറി വർക്സ്. അവിടെയാണ് ഉള്ളത്. നമുക്കിവിടെ കാണാം, ഇവിടെ സ്വർണം അത് പല രൂപത്തിലാണ് ഇവിടേക്ക് എത്തുന്നത്. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ഉള്ളിൽ കടത്തുന്നതായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് ലിക്വിഡ് ഫോമിലായിരിക്കാം, മറ്റ് വസ്ത്രങ്ങൾക്ക് അകത്ത് കടത്തുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സ്വർണം ഇവിടെ വെച്ചുകൊണ്ടാണ് തൂക്കുന്നത്. അത് തൂക്കിയ ശേഷം ഈ പാത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ പാത്രമുണ്ട്. ഈ പാത്രത്തിലാണ് മൂശ എന്ന് വിളിക്കുന്നതാണ് ഈ പാത്രം. ഈ പാത്രത്തിലിട്ടുകൊണ്ടാണ് പിന്നീട് അത് ചൂടാക്കുന്നത്. ഈ ചൂടാക്കാൻ പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗം തന്നെ ഇവിടെയുണ്ട്. ഇതിനകത്തേക്ക് അത് ഇറക്കി വെക്കുകയും ഉയർന്ന അളവിൽ തീ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉയർന്ന അളവിലുള്ള ആ തീയിൽ അത് പൂർണ്ണമായും അതിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ സ്വർണവും വേർതിരിക്കപ്പെടും. അത്തരത്തിലാണ് ഇവിടെ അത് ഉരുക്കുന്നത്. ആ ഉരുക്കിയ ശേഷം ഈ നല്ല ചൂടുള്ള ഈ വസ്തു പിന്നീട് ഈ പാത്രം തന്നെ എടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കുകയും അത് തണുപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് വീണ്ടും തൂക്കും. എത്രമാത്രം അതിൽ സ്വർണ്ണമുണ്ട് എന്നും എത്രമാത്രം അതിൽ മറ്റ് മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്, മറ്റ് ലോഹങ്ങളുടെ കൂട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് റബ്ബറിൻ്റെയും അതുപോലെ ഗം ഉൾപ്പെടെയുള്ളവയും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേർതിരിക്കപ്പെടുകയും ചെയ്യും. അതിനുശേഷം പിന്നീട് തൂക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള തൂക്കം കഴിയുമ്പോൾ പിന്നീട് ഒരു വിധത്തിലും അതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും തങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അത് കൃത്യമായിട്ടുള്ള കണക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, കസ്റ്റംസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അവരത് ഫോട്ടോ എടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു വിധത്തിലും തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ നമ്മോട് പറയുന്നത്. ഔദ്യോഗികമായി ഇക്കാര്യം പറയാൻ ഈ അശ്വതി ജ്വല്ലറി വർക്സിന്റെ ഉടമയായിട്ടുള്ള ഉണ്ണി നമ്മോട് തയ്യാറാവുന്നില്ല. എന്നാൽ അദ്ദേഹം സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, MLA പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയല്ല. ഇവിടെ നിന്ന് ഒരു വിധത്തിലും തങ്ങൾക്ക് അടിച്ചു മാറ്റാൻ കഴിയില്ല. ഇവിടെ ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർ തന്നെ 4-5 ഉദ്യോഗസ്ഥരുണ്ടാവും. അവർ വരുമ്പോൾ അത് തൂക്കും, പിന്നീട് അത് ഫോട്ടോ എടുക്കും, ഒപ്പം തന്നെ അത് തിരിച്ചു കൊണ്ടുപോകുമ്പോഴും തൂക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിധത്തിലുമുള്ള കള്ളത്തരവും കഴിയില്ല, അടിച്ചു മാറ്റാൻ കഴിയില്ല എന്ന കാര്യമാണ് ഈ ഉണ്ണിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ നമ്മോട് പങ്കുവെക്കുന്നത്. എന്തായാലും MLAയുടെ ആരോപണം ഉയർന്ന് തന്നെ നിൽക്കുന്നു. ആ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ ഉണ്ണി തയ്യാറായിട്ടില്ല എങ്കിലും അദ്ദേഹം സൗഹൃദ സംഭാഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു വിധത്തിലുമുള്ള കള്ളത്തരങ്ങൾക്കും സാധ്യതയില്ല, അത് കഴിയില്ല, അത് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന പണി ചെയ്യുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലുള്ള നടപടിയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. അതിന് തന്നെ ലഭ്യമാകുന്ന പണം അത് ബാങ്ക് മുഖേനയാണ് കൈപ്പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിലും തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കൊന്നും മറ്റു തരത്തിലുള്ള മറുപടി തങ്ങൾ നിലവിൽ നൽകാൻ തയ്യാറല്ല. എന്നാലും തങ്ങളുടെ ഭാഗം വളരെ സുതാര്യമാണ്, ഒരു വിധത്തിലുമുള്ള കള്ളത്തരവും ഇല്ല എന്ന കാര്യമാണ് ഉണ്ണി നമ്മോട് വ്യക്തമാക്കുന്നത്.